ഞങ്ങൾക്കൊക്കെ വേണ്ടപ്പെട്ടൊരു ചേട്ടനുണ്ട്. ആ, ഞാൻ കുറേ ദിവസത്തിന് ശേഷം ഇന്ന് ആ വഴിക്ക് പോയപ്പോൾ ഒന്ന് മൂപ്പരടുത്ത് പോയതാ. ആ മൂപ്പരടുത്ത് പോയപ്പോൾ എൻ്റെ കണ്ടേക്കനാണ്ട് പൊട്ടി കരഞ്ഞിങ്ങാണ്ട് പറഞ്ഞേ, മോനെ എൻ്റെ മോന് എന്നെ വിട്ട് പോയടാന്ന് പറഞ്ഞ്. അങ്ങോട്ട് കരയാണ്, ഇപ്പോഴും കരച്ചിൽ മാറി. നല്ല ഒരു അറബിയാളാണ് അയാളെ സ്പോൺസർമാർ. അതുകൊണ്ട് കുഴപ്പമില്ല. അയാളെ വിഷമങ്ങൾ അവർക്ക് നന്നായിട്ട് അറിയണോണ്ട് ഇത്രയും കാലം അവിടെ പിടിച്ചു നിന്നും ചെയ്ത്. പക്ഷെ എന്താ പറയാ, എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഏതൊരു അച്ഛന്മാർക്കും മക്കൾ ഉയർന്നു കാണണം, നല്ല നിലയിൽ എത്തണം തന്നെയാണ് ഏതൊരു അച്ഛന്മാർക്കാണെങ്കിലും അമ്മമാർക്കാണെങ്കിലും എല്ലാവർക്കാണെങ്കിലും ആഗ്രഹം അങ്ങനെ തന്നെയാണ്. പക്ഷെ ഒരു അച്ഛന് എന്തെങ്കിലും ഒരു കാര്യം വിലങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു അർത്ഥം ഇല്ലാതിരിക്കില്ല എന്നുള്ളത് ഈ മാതാപിതാക്കളാണെങ്കിലും അല്ലെങ്കിൽ ഭാര്യമാരാണെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും മനസ്സിലാക്കുക. അദ്ദേഹത്തിനോട് എത്രയോ തവണ പറഞ്ഞതാണല്ലോ മോനെ, അച്ഛ എനിക്കൊരു ബൈക്ക് വേണം, എനിക്കൊരു ബൈക്ക് വേണമെന്ന്. അപ്പൊ ഒക്കെ അദ്ദേഹം പറഞ്ഞല്ലോ, മോനെ എനിക്ക് ഞാൻ ബൈക്ക് വാങ്ങിത്തരണ്ട്, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വാങ്ങിത്തരണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങിത്തരണ്ട്, ഒന്നും കൂടി ഇതായി കഴിഞ്ഞാൽ ഞാൻ എനിക്ക് വാങ്ങിത്തരാം. ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇപ്പൊ വേറെ എന്തോ ഒരു കോഴ്സിന് ചേർന്നിട്ടുള്ളൂ. 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോത്തിന് ലൈസൻസ് ഒക്കെ എടുത്ത്. പക്ഷെ അദ്ദേഹത്തോട് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞല്ലോ, ഇജ്ജ് എടുക്കണ്ട, ബൈക്ക് എടുക്കണ്ട, ഞാൻ എനിക്ക് എടുത്ത് തരണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് എടുത്ത് തരണ്ട് മോനേന്ന് പറഞ്ഞാലാ. അങ്ങനെ ഇദ്ദേഹം അറിയാതെ എന്ത് ചെയ്ത്, ഭാര്യ പൈസ ഒക്കെ കൊടുത്ത് ബൈക്ക് വാങ്ങിച്ചു കൊടുത്ത്. ആ ബൈക്ക് ആക്സിഡന്റ് ആയി, ആ മോന് മരണപ്പെട്ടു. അദ്ദേഹം കരച്ചിൽ കണ്ടിട്ടുണ്ടെങ്കിൽ മക്കളെ, ഒരു പ്രവാസിനെ സംബന്ധിച്ചിട്ട് അത് കാണുമ്പോൾ മറ്റൊരു പ്രവാസിക്ക് അതിന്റെ വേദന പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ അത് മാത്രല്ല, നമ്മൾ ഈ നാടും വീടും കുടുംബമൊക്കെ വിട്ട് നിൽക്കുമ്പോൾ ഇവിടുന്ന് എന്തൊരു സംഭവം ചെറുതാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ കേൾക്കുമ്പോൾ ആർക്കാണെങ്കിലും ഭയങ്കരമായിട്ട് വിഷമാവും. അദ്ദേഹം കരച്ചില്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, അയാളൊരു ഹൗസ് ഡ്രൈവറാണ്. നല്ല ഒരു വീടായതുകൊണ്ട് അവരാ അങ്ങനെ അത്രയും ഇതാക്കിയിട്ട് അവര് നോക്കുന്നുണ്ട്. കുറച്ച് പ്രായമുണ്ട്, ഒരു മോനുള്ളൂ, ആകെ ഒരു മോനുള്ളൂ. ആ മോന് മരണപ്പെട്ട്. ആ അച്ഛന്റെ ഒരു വിഷമം എന്താ പറയാ. അപ്പോ അതാണ് പറഞ്ഞത്, ഏതെങ്കിലും ഒരു അച്ഛന്മാരാണെങ്കിലും എന്താ പറയാ, ബാപ്പമാരാണെങ്കിലും മക്കളോട് അത് വേണ്ട എന്ന് പറഞ്ഞാൽ അവരത് ജീവിതം പഠിച്ചിട്ടാണ് അത് പറയണത് എന്നുള്ളത് മനസ്സിലാക്കുക. എടുത്ത് ചാടിയിട്ട് ഭാര്യമാര് ഒന്നും ചെയ്യാതിരിക്കുക. അപ്പൊ അദ്ദേഹം കരച്ചിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഞാൻ അദ്ദേഹത്തിന്റെ ഫോട്ടോ കാണിച്ചിട്ട് മോശമല്ലേ, അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് വീഡിയോ എടുക്കുക. ഞാൻ അത് അപ്പൊ തന്നെ ഇങ്ങോട്ടൊക്കെ പറയണമെന്ന് വിചാരിച്ചാണ്. അത് പാവാണ് മക്കളെ. അത് എന്താ പറയാ, അത്രയും ആകെ ഒരു മോനുള്ളൂ, ഒറ്റ മോനുള്ളൂ. ആ ഒരു അച്ഛന്റെ ആ ഒരു കരച്ചില് ഇതുവരെയും ഞാൻ എന്നും പോണ ആളായിരുന്നു ആദ്യം. ഇപ്പൊ ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ അങ്ങോട്ട് പോക്കുള്ളൂ. അപ്പൊ ഞാൻ ഫുഡ് ആയിട്ട് അങ്ങോട്ട് പോയത് അവിടെ കൊടുക്കാൻ വേണ്ടിട്ട്.